ഏതാ ഈ സാധു? പഠിക്കണം, നേരെ പഠിക്കണ്ടേ? ഉത്തരേന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് ഇല്ലാത്തത് രാഷ്ട്രീയ ബോധമാണ്. ഉത്തരേന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് അവിടെ എത്രയോ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, എത്രയോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഉത്തരേന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് സാധാരണക്കാരെയും അതുപോലെ തന്നെ സമ്പന്നരെയും അതുപോലെ തന്നെ ആലിമീങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഒരു ഘടകം ഇല്ലാതെയായി. അത് യഥാർത്ഥത്തിൽ സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയെ പോലെ സാധാരണക്കാരെ ചേർത്ത് പിടിച്ച് സമ്പന്നരുടെ സമ്പത്ത് സാധാരണക്കാർക്ക് ഉപയോഗപ്പെടുന്ന രൂപത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അതിനുവേണ്ടി വേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാർ ഇല്ലാതെയായി പോയി. പണ്ഡിതന്മാർ കിതാബുണ്ടാക്കാൻ നടന്നു, ചൊല്ലിക്കൊടുക്കാനും നടന്നു. നേരെ അതേപോലെ തന്നെ സാധാരണക്കാർ പാടത്തും പറമ്പിലും പണിയെടുക്കാനും പോയി. സമ്പന്നര് അവരുടെ സമ്പത്തേറ്റ് ഓരോ ബിസിനസ്സും നോക്കി നടന്നു. കേരളത്തിൽ അതല്ല. തലയെടുപ്പുള്ള പണ്ഡിതൻ, ബഹുമാനപ്പെട്ട പാങ്ങുകാരൻ, വലിയ ആലിമാണ്, വലിയ മുദരിസാണ്, എല്ലാമാണ്. പക്ഷേ സാധാരണക്കാരൻ്റെ കൂടെ നടന്നു. ഷംസുൽ ഉലമ സാധാരണക്കാരനെ ചേർത്ത് പിടിച്ച് നടന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ സമസ്തയെ ചേർത്ത് നിർത്തി, സമസ്തയോടൊപ്പം നിന്നു. അങ്ങനെ ആലിമീങ്ങളുടെ പക്വമായ നേതൃത്വവും സാധാരണക്കാരുടെ ശക്തമായ പിന്തുണയും. ബഹുമാനപ്പെട്ട CH ഹൈദറോസ് മുസ്ലിയാർ ഓരോ നാട്ടിൽ ചെന്ന് ദീനീബോധം വളർത്തി. മദ്രസ ഇല്ലാത്തവർക്ക് മദ്രസ ഉണ്ടാക്കി. ആലിമീങ്ങളെ ബഹുമാനിപ്പിക്കാൻ പഠിപ്പിച്ചു. അവർ ബഹുമാനിച്ച് കാണിച്ചു കൊടുത്തു. സയ്യിദന്മാരെ ബഹുമാനിച്ച് കാണിച്ചു കൊടുത്തു. അങ്ങനെ സാധാരണക്കാരൻ്റെ ഇടയിൽ ജീവിക്കുന്ന വലിയ ആലിമീങ്ങളും വലിയ ആലിമീങ്ങൾക്കൊപ്പം ജീവിക്കുന്ന വലിയ സമ്പന്നന്മാരും ഇത് രണ്ടിനും മാതൃകയായി എന്തും സ്വീകരിക്കാൻ തയ്യാറുള്ള, അവിടെ ആജ്ഞക്കനുസരിച്ച് ജീവിക്കാൻ തയ്യാറുള്ള സാധാരണക്കാരും ഉണ്ടായി എന്നുള്ളതാണ് കേരളത്തിൻ്റെ നേട്ടം. അല്ലാതെ രാഷ്ട്രീയ ബോധം ഇല്ലാത്തൊന്നല്ല. അവിടെ രാഷ്ട്രീയ ബോധം ബംഗാളിൽ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നില്ലേ? തമിഴ്നാട്ടിൽ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നില്ലേ? മുസ്ലിം ലീഗ് ചില്ലറ പാർട്ടിയൊന്നും ആയിരുന്നില്ല. പിന്നെ ശോഷിച്ച് പോയത് നേതാക്കളുടെ വൽപ്പത്രം കൊണ്ട് തന്നെ. നേതാക്കൾ ഇങ്ങനെ ഓരോന്ന് ഒട്ടി പോയതാ. ഇപ്പം തന്നെ കണ്ടില്ലേ? നേരെ പോകുന്ന സമയത്ത് എല്ലാവരെയും ചേർത്ത് പിടിച്ച് തിരുത്തേണ്ടത് തിരുത്തി, ആലിമീങ്ങളുടെ ഉപദേശം സ്വീകരിച്ച് ആ നിലക്ക് പോകുമ്പോൾ പുരോഗതി ഉണ്ടാവും. അല്ല, ഞങ്ങളെന്നെ വലിയൊരു ചോരൊന്നും കേൾക്കാൻ നേരം അറിഞ്ഞ് നടക്കുന്ന നേരത്ത് അതിനനുസരിച്ചുണ്ടാവും. എന്നിട്ട് അതിന് അവസാന പാടാൻ നടക്കുക. പകരം ആലിമീങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന, അവരുടെ ആജ്ഞകൾക്കനുസരിച്ച് കൊണ്ട് ദീനീ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സമ്പന്നരും സാധാരണക്കാരും സാദാത്തുക്കളും. അതാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഇവിടെ കാണിച്ചത്. അവിടെയാണ് ഇവിടുത്തെ നേട്ടം. അതാണ് കേരളത്തിൻ്റെ മോഡൽ. അതാണ് കേരള സ്റ്റോറി. എന്നിട്ട് അതിനിങ്ങനെ രാഷ്ട്രീയ ബോധം ഉണ്ടായില്ല എന്നാണ് നടക്കുക.